ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ കുട്ടായെക്കുറിച്ചാണ് കേട്ടോ. കുട്ടായിക്ക് ചെറിയൊരു മുറിവുണ്ടായി ഒരു മാസത്തിന് മുമ്പായിട്ട്. അപ്പോൾ പൂച്ചകൾ തങ്ങളിലുള്ള കടി കൂടിയിട്ടാണ് ഈ മുറിവുണ്ടായത്. നമുക്കറിയാൻ വയ്യായിരുന്നു, കാരണം നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ. ഇവൻ ഭക്ഷണം കഴിച്ചാൽ എങ്ങും ഒരു സ്ഥലത്തും പോകത്തില്ല. അത്രയും നല്ലൊരു പാവം പൂച്ചയാണ്. പിന്നെ ഇവനെ അറിയാലോ, നിങ്ങൾ ഇതിൻ്റെ പഴയ വീഡിയോ കണ്ട് കാണും. ഇവൻ ഏതോ വിഷം കഴിച്ചിട്ട് അത്യാസന്ന നിലയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അങ്ങനെ ഈ വിധമാക്കിയതാണ്. വീണ്ടും അവൻ പൂച്ചകളോടെ തങ്ങളിൽ കടികൂടാൻ പോയി. എവിടെയോ ഒരു കുഞ്ഞൊരു മുറിവ് അവൻ്റെ കാലിലുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾക്ക് കാണാത്ത ഏതോ ഒരു ഭാഗത്തായിരുന്നു, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയാൽ കാണാം, അവൻ മുണ്ടി വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ നമ്മളെ ഡോവറിന് വേണ്ടി വാങ്ങി വെച്ചൊരു സ്പ്രേ ഉണ്ടായിരുന്നു. ആ സ്പ്രേ അടിച്ചപ്പോൾ കുറച്ച് പുഴുക്കൾ, ഉള്ളിനകത്തുള്ള പുഴുവെല്ലാം വെളിച്ചാടിയായിരുന്നു. അതിനുശേഷം ഞാനും അച്ഛനും കൂടി ഇവനെ കൊണ്ട് നമുക്ക് എന്തായാലും ഈ മുറിവ് ഉണക്കണമല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവനെ വലിയൊരു കൂട്ടിനകത്താക്കി നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുറ്റിക്കാടിൻ്റെ അവിടെ എത്തിയപ്പോൾ കാണാം, ഇവൻ ആ കൂട് തുറന്ന് എങ്ങനെയോ തുറന്നിരുന്ന് കൂട് തുറന്ന് ഇവൻ കുറ്റിക്കാട്ടിലേക്ക് ഓടി അങ്ങ് മറഞ്ഞു. പക്ഷേ അന്നേരം ഭയങ്കര മഴയായിരുന്നു. അന്നേരം ഇവനെ നമുക്ക് ഇവൻ്റെ പിറകെ നിന്ന് ചെന്ന് ഇവനെ കൊണ്ടുവരാനും നമുക്ക് പറ്റിയില്ല, കാരണം അവിടെ പാമ്പൊക്കെ ഉള്ള ഒരു ഏരിയയായിരുന്നു. എന്ത് തന്നെ ആയാലും എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഈ കാല് ഇത്രയും വളരെ ഗുരുതരാവസ്ഥയിലിരിക്കുമ്പോൾ ഇവന് ആരെങ്കിലും ചോറ് കൊടുക്കുമോ, ഭക്ഷണം കൊടുക്കുമോ, പട്ടികൾ ഇനി കടിച്ച് ഇവനെ കടിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു വല്ലാത്തൊരു ആദിയായിരുന്നു എനിക്ക്. ഭഗവാന്റെ കാരുണ്യത്താൽ ഏഴിൻ്റെ അന്നാണ് അവൻ വീട്ടിൽ തിരിച്ചെത്തിയത്. വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിന് പാതി ഊരി വീണ്. പിന്നെ എൻ്റെ ഇളയ ബ്രദർ വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അവൻ തന്നെ കുറച്ച് മരുന്നുകളൊക്കെ പറഞ്ഞു തന്ന്. അവൻ തന്നെ അന്നേരം ഇവന് ഡ്രസ്സിങ് ഒക്കെ ചെയ്യിപ്പിച്ചു. ഇവൻ്റെ മുറിവിലൊക്കെ മരുന്നൊക്കെ വെച്ച് കെട്ടി 2 ദിവസം ആ മുറിവൊക്കെ കിട്ടിയിരുന്നു. 3-ന് എന്നപ്പോൾ അവൻ കടിച്ച് ഊരി മാറ്റിയൊക്കെ ഇട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ മരുന്നുകളൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പം മുറിവൊക്കെ കുറച്ചൊരു വാടൽ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വാടി തുടങ്ങി. മുറിവ് ഉണങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ്. ആ നീരുമുള്ളതൊക്കെ അങ്ങ് നിന്ന്. അപ്പോൾ ഇത് ഞാൻ ആ മുറിവ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാതായിപ്പോൾ അങ്ങനെ ഞാൻ പേപ്പർ വെച്ചിട്ട് ആ പേപ്പറിൽ ഇങ്ങനെ തട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവന് ആ മുറിവൊക്കെ ഉണങ്ങിയത് കൊണ്ടാണ്, ഉണക്ക് വന്നത് കൊണ്ടാണ് അവൻ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ മുറിവിൽ ഇങ്ങനെ തുടമ്പോൾ അവന് വേദന അടിക്കുമ്പോൾ എന്തായാലും അവന് എന്തെങ്കിലുമൊക്കെ നമ്മളെ കടിക്കാനൊക്കെ വരും. പക്ഷേ എന്ത് തന്നെയായാലും എൻ്റെ കുട്ടായി ആരെയും ഉപദ്രവിക്കത്തില്ല. അത്ര നല്ല സാധു മോനാണ്. അവൻ്റെ കൈയുടെ വിരലുകളൊക്കെ ഞാൻ പിടിച്ച് വയ്ക്കുമ്പോൾ കൈയുടെ നഖം കൊണ്ടുവന്ന് ഇങ്ങനെ പുറത്തോട്ട് തള്ളിയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഞാൻ കിടന്ന് കരയുമ്പോൾ അവൻ അപ്പോഴും അതങ്ങ് ഒതുക്കും. അത് നഖം ഉള്ളിലോട്ട് അങ്ങ് വലിക്കും കേട്ടോ. അത്ര ഒരു പൊന്നു മോനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പാവമാണ് എൻ്റെ കുഞ്ഞ്. അത് പിന്നെ 2 നേരം മാത്രമേ ഒന്ന് എന്താ പറയുക, തിന്നാൻ മാത്രം തുറന്ന് കരയും. ഭയങ്കര കരച്ചിലാണ്. വിശപ്പ് സഹിക്കത്തില്ല കേട്ടോ. എപ്പോൾ പാത്രം അനങ്ങിയാലും അപ്പോഴും മ്യാവും മ്യാവും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പാട്ട് സംസാരിക്കും. അവൻ്റെ എന്താ പറയേണ്ടത്, ഇല്ല തത്ത പറയും പോലുള്ള വയമ്പ് തേച്ച പോലെയാണ് അവന്. ചിലപ്പോഴൊക്കെ അവൻ നമ്മളെ അണ്ണോ അമ്മോ എന്നൊക്കെ വിളിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഇവൻ്റെ ഇപ്പോൾ ഈ മുറിവ് ഉണങ്ങി വരുന്നപ്പോൾ ഒരു മനസ്സിന് സമാധാനമായി. പക്ഷെ ഞാൻ വിചാരിച്ചു അവൻ കുറ്റിക്കാട്ടിലേക്ക് മറിഞ്ഞപ്പോൾ ഇനി അവനെ കിട്ടൂലെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാരണം ആര് ഭക്ഷണം കൊടുക്കാനാ. എന്ത് തന്നെയാലും എൻ്റെ പൊന്നുമോൻ തിരിച്ച് വന്നപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സമാധാനമായി കേട്ടോ. ഇവന് ഈ മുറിവ് ഒന്നും നമ്മൾ കാണില്ലായിരുന്നു. പക്ഷേ മുണ്ടി വന്നപ്പോഴാണ് മനസ്സിലായത്. നോക്കിയപ്പോൾ വലിയൊരു ദ്വാരം പോലെ ഉണ്ടായിരുന്നു. ആ ദ്വാരത്തിൽ നിന്ന് പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, നമ്മളെ ഡോവറിന് വെച്ച ഒരു പിന്നെ സ്പ്രേ ഉണ്ടായിരുന്നു. ആ സ്പ്രേ അടിച്ചപ്പോൾ അത് 1-2 പുഴുക്കൾ ഉണ്ടായിരുന്നു. ആ പുഴുവൊക്കെ ചാടി. ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഞാൻ കൊടുത്ത് ഇപ്പോൾ അവൻ നല്ല ഉഷാറായിട്ടുണ്ട്. മറ്റേത് തീരെ അങ്ങ് വളരെ ശോഷിച്ചാണ് എൻ്റെ മോൻ. ഫുഡൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിന്നാനും തോന്നില്ല. ഇതിപ്പോൾ വാടിയിരിക്കേണ്ട കേട്ടോ, പേടിക്കേണ്ട. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും. അപ്പം മുറിവ് നന്നായിട്ടൊന്ന് ഉണങ്ങി വരാനുള്ള ഒരു ഇതാണ്. കാരണം വാടൽ വെച്ചിട്ടുണ്ട്. കാരണം നീരും വെള്ളമൊന്നുമില്ല, വാടൽ വെച്ച്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മരുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയുള്ളതൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇന്ന് ചോറ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവൻ്റെ കഥ. കാരണം ഇവൻ ഇതിന് മുമ്പായിട്ട് ഏതോ ഒരു വീട്ടിൽ പോയി വന്നപ്പോൾ നുരയും പതയുമായിട്ടാണ് അവൻ്റെ വന്നത്. ചത്തുപോകാനുള്ളതായിരുന്നു ഈ കുട്ടായി. നിങ്ങളെൻ്റെ പഴയ വീഡിയോ കണ്ടു കാണുമോ? അന്നേരം എന്താ പറയേണ്ടത്, ആരെങ്കിലും വിഷം കൊടുത്തതാണോ ഒന്നും അറിയില്ല. നമുക്ക് കാണാതെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ചിലപ്പോൾ എലീനെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വിഷം എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ വെച്ചത് കൊണ്ട് അവൻ എടുത്ത് കഴിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. എന്ത് തന്നെയായാലും ഭയങ്കര ഒരു അത്യാസന്ന നിലയിലായിരുന്നു. അവനെ ഞാൻ കൈയുടനെ ചത്തെന്ന് ആയി കിടന്നതാണ് അവൻ. ആ നിമിഷം തന്നെ ഞാൻ ഓടിയത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ വേണ്ട ഈ മുറിവിനൊക്കെ ഞാൻ പൊടി ഇടാൻ നേരത്ത് വന്ന് പിന്നെ അവിടെ വന്നിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഓക്കെ.